കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രെൻഡുകൾ എന്ന് പറയുന്നത് അല്ലേ. ട്രെൻഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെൻഡ് അടിസ്ഥാനത്തിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. പ്രധാനമായിട്ടും മാർക്കറ്റിൽ 3 തരത്തിലുള്ള ട്രെൻഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന അപ് ട്രെൻഡ്, മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഡൗൺ ട്രെൻഡ്, ഒരേ ഏരിയയിൽ കിടന്നുകൊണ്ട് മാർക്കറ്റ് കളിക്കുന്ന കൺസോൾട്ടേഷൻ അല്ലേ. ഇത്തരത്തിലുള്ള 3 ട്രെൻഡുകളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഈ ട്രെൻഡിനെ അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെയാണല്ലേ. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡൗണിലോട്ട് ട്രേഡ് ചെയ്യുന്നത് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് ആണല്ലേ. അപ്പോൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യഥാർത്ഥത്തിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ട്രെൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മൂവിങ് ആവറേജ് പോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മാർക്കറ്റിലെ ട്രെൻഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ട്രെൻഡുകൾ കണ്ടുപിടിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, മാർക്കറ്റ് ഒരിക്കലും ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് മൂവ് അല്ല നമുക്ക് എപ്പോഴും മാർക്കറ്റ് തരാം. മാർക്കറ്റ് എപ്പോഴും ഒന്ന് മുകളിലോട്ട് പോയി, ഒന്ന് താഴോട്ട് പോയി, ഒന്ന് മുകളിലോട്ട് പോയി, ഒന്ന് താഴോട്ട് പോയി, എപ്പോഴും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ഒരു പ്യുവർ ട്രെൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്താ പോകുന്നത്, നമ്മൾ മേജറായിട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇത്തരത്തിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുള്ളത്, പ്രധാനമായിട്ടും നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയാനുള്ളത് അല്ലേ. എന്നാൽ ഇത് സ്റ്റിൽ അപ് ട്രെൻഡ് ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയോ അല്ലെങ്കിൽ എപ്പോൾ ചേഞ്ച് ആയി എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും മാർക്കറ്റ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ ഹൈ എന്നാണ് പറയുക. കുറച്ചുകൂടി ഷോർട്ടായിട്ട് നമ്മൾ ഇതിനെ പറയാനുള്ള എച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ലോയെ, ഈ ലോ ഉണ്ടല്ലോ, ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ ലോ എന്നാണ് പറയാറുള്ളത്. എന്താണ് പറയുന്നത്, ഹയർ ലോ എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഇതിനെ പറയാറുള്ളത്. ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ HL എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹയർ ഹൈയെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഇതിന് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ പുതിയൊരു ഹയർ ഹൈ എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഓക്കെ, പിന്നീട് ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറയുന്നു മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആവുന്നു എന്നുള്ളത്. അപ്പോൾ വീണ്ടും എന്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ ലോ എന്ന് പറയുന്നത്. വീണ്ടും ഈ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ പുതിയ എന്ത് ചെയ്യുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു. ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ലോയെ നമ്മൾ എന്ത് പറയുന്നു, ഹയർ ലോ എന്ന് പറയുന്നു. ഇനി എന്നാണോ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ ഹയർ ലോനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റ് ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകുന്നുള്ളത് അല്ലേ. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് മുകളിലോട്ട് പോവാതെ, ലാസ്റ്റ് ഉണ്ടായ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് പോവാതെ ലാസ്റ്റ് ഉണ്ടായ ഹയർ ലോനെ എന്നാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് എന്നാണോ ഇത്തരത്തിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുക. അതായത് ട്രെൻഡ് റിവേഴ്സലായി, അതായത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്, ഇനി താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ക്രിയേറ്റ് ഹയർ ലോനെ മാർക്കറ്റ് എന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അതായത് ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹയർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പിന്നീട് പുതിയ ഹയർ ലോ ഉണ്ടാക്കാതെ പ്രീവിയസ് ആയി ക്രിയേറ്റ് ചെയ്ത ഹയർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് അവിടെ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ട് എങ്ങനെ ഇതിന് മിക്സപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സിനാരിയോ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് എൻട്രിയാണ് എടുക്കുന്നത്, ബൈ എൻട്രിയാണ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ ട്രെൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രെൻഡ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ എൻട്രി എടുക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് ബിയറിഷ് ട്രെൻഡിലോട്ട് പോകുന്നതാണ് അല്ലേ. എന്നാൽ ഇനി ഒരു ബിയറിഷ് ട്രെൻഡിൽ നിന്ന് ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോകുന്ന സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇത്തരത്തിലാവും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഏരിയ നമ്മൾ ലോവർ ഹൈ എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ഓക്കെ, ലോവർ ഹൈ എന്നാണ് പറയാനുള്ളത്. ഈ
ഓക്കെ, ലോവർ ഹൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോവർ ലോ എന്നാണ് പറയുന്നത്. ലോവർ ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ ട്രെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഈ ലോവർ ലോ ഉണ്ടല്ലോ, അതായത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലോവർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എന്ത് ചെയ്തു, ഈ ലോവർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. പിന്നീട് എന്ത് ചെയ്തു, ഈ ഒരു ലോവർ ഹൈ, പുതിയൊരു ലോവർ ഹൈ എന്തായി ഇവിടെ ക്രിയേറ്റ് ആയി. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പുതിയ ലോവർ ലോ ഉണ്ടായി. പിന്നെ വീണ്ടും എന്ത് ക്രിയേറ്റ് ചെയ്തു, അതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈനെയാണ് നമ്മൾ ലോവർ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു, വീണ്ടും താഴത്തോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു, പുതിയ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇങ്ങോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ പോകുന്നു, വീണ്ടും ഡൗണിലോട്ട് പോകുന്നില്ല. അപ്പോൾ എന്നാണോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ലോവർ ഹൈനെ എന്നാണോ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ പറയും സ്റ്റിൽ ഈ ട്രെൻഡ് എന്തായി, ചേഞ്ച് ആയി എന്നുള്ളത്. അതായത് ഡൗൺ ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എങ്ങോട്ട് പോയി എന്ന് നമ്മൾ പറയും, മുകളിലോട്ട് പോയി എന്ന് പറയും. ഇതാണ് ബിയറിഷ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് അപ് ട്രെൻഡായി മാറും. അതായത് ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു ട്രെൻഡ് അപ് ട്രെൻഡായി മാറുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സിനാരിയോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടാണ്, പക്ഷേ താഴെയുള്ള മാർക്കറ്റ് എങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, മുകളിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു സിനാരിയോയിൽ നമ്മൾ സെല്ലൻഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത എന്താണ്, വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രേഡറാണ് അല്ലെങ്കിൽ ട്രേഡിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനത്തിൻ്റെ പേരാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ആവറേജ് സ്ട്രക്ചർ എങ്ങോട്ടാണ്, ആവറേജ് ട്രെൻഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിൻ്റെ ക്വാളിറ്റിയും എന്ത് ചെയ്യുന്നതാണ്, ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ ഇതേപോലെയുള്ള ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.